ഈശോ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. അവിടുന്ന് ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അനുഭവിക്കുന്ന അപമാനം അവിടുന്ന് നീക്കിക്കളയും. യെശയ്യാ 25-ാം 8-ാം വാക്യത്തില് നമ്മൾ ഈ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് നിന്റെ കണ്ണുനീര് തുടയ്ക്കും. ഹി വിൽ വൈപ്പ് യുവർ ടീയേഴ്സ്. കാരണം അത്രമാത്രം കർത്താവിന് വിലപ്പെട്ട വ്യക്തിയാണ് നീ, വേണ്ടപ്പെട്ട വ്യക്തിയാണ് നീ. ഈശോയെ വിശ്വസിക്കുന്നതിനേക്കാൾ ഈശോ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന് സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നത്. ഇന്ന ദിവസം ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ മനസ്സ് തുറക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലോസറാണ് കർത്താവ് നമ്മളോട്. നമ്മുടെ അരികിൽ കർത്താവുണ്ട്. ഇത് ആ കർത്താവിന്റെ സാന്നിധ്യത്തെ നമ്മളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി. യെശയ്യാ 25-ാം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അവിടുന്ന് നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റും. ഹി വിൽ വൈപ്പ് ഓൾ യുവർ ടിയേഴ്സ് എവേ. നിന്റെ കണ്ണുനീരിനെ കർത്താവ് പൂർണ്ണമായിട്ടും മായ്ച്ചു കളയും. പലപ്പോഴും നമ്മൾ ഓർക്കും, എങ്ങനെയാ കർത്താവേ എന്റെ വിഷമങ്ങളൊക്കെ മാറുന്നേ? ഞാൻ കുറെ നാളായി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഇതിനൊരു അവസാനമുണ്ടോ? ഇതിനൊരു മാറ്റമുണ്ടോ? എന്നെങ്കിലും എന്റെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഇന്ന് ഈ ഒരു വചനത്തെ ഈശോ നിനക്കായി നൽകുകയാണ്. ഞാൻ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റും. ഐ വിൽ വൈപ്പ് ഓൾ യുവർ ടിയേഴ്സ് എവേ. ഞാൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. ഇതൊരു കർത്താവിന്റെ പ്രോമിസാണ്. കർത്താവ് പറയും, ഞാൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും. കാരണം ഹൃദയം നുറുങ്ങിയവർക്കരികിൽ കർത്താവ് ഉണ്ട്. ഒരു വ്യക്തിയുടെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് ഏറ്റവും ക്ലോസറായിട്ട് നിൽക്കുന്ന ആരാന്നറിയോ? ഈശോയാണ് ആ വ്യക്തിയോട് ഏറ്റവും ക്ലോസറായിട്ട് നിൽക്കുന്നത്. ഈശോയുടെ സാന്നിധ്യമാണ് ആ വ്യക്തിയുടെ കൂടെയുള്ളത്. ഇന്ന് കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റും അദൃശ്യമായ കർത്താവിന്റെ ലോകത്തിന്റെ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ട്. ഹെബ്രായർ 11-ാം 1-ാം വാക്യത്തില് നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പറയാം. ഹെബ്രായർ 11-ാം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ആ വിശ്വാസത്താലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ദൃശ്യലോകം അദൃശ്യ ലോകത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇതെല്ലാം വിശ്വാസത്താൽ നടക്കുന്ന കാര്യമാണ്. ദൃശ്യമായ ഈ ലോകം, നമ്മൾ ഈ കാണുന്ന ദൃശ്യലോകം അദൃശ്യമായ ലോകത്തു നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ദൃശ്യമായ ലോകം. അതാണ് ഹെബ്രായർ 11-1 നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വാസം എന്നതാണ്? വിശ്വാസം എന്നാൽ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പൊ കാണപ്പെടാത്തവ ഉണ്ട് എന്ന വലിയ ബോധ്യമാണ് വിശ്വാസം. കാണപ്പെടാത്തവയുണ്ട്. എന്റെ കൂടെ എന്ന് പറഞ്ഞേ, കാണപ്പെടാത്തവയുണ്ട്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഇന്ന് എന്തെങ്കിലും നമ്മൾ പ്രത്യാശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രത്യാശിക്കുന്ന കാര്യം ലഭിക്കുമെന്ന് ഉറപ്പ്. ഈശോ നമുക്കൊരു വചനം നൽകി അല്ലെ? യെശയ്യാ 25:8. എന്താണത്? ഈശോ നിന്റെ കണ്ണുനീര് തുടയ്ക്കും എന്നുള്ളത് ഈശോ നമുക്ക് തന്ന ഒരു വചനമാണ്. നിന്റെ കണ്ണുനീര് ഞാൻ തുടയ്ക്കും. അത് വിശ്വാസത്തിൽ നമ്മൾ കാണണം. കർത്താവ് എന്റെ കണ്ണുനീര് തുടയ്ക്കും. എന്റെ അവസ്ഥകൾ മാറും, എന്റെ സാഹചര്യങ്ങൾ മാറും. ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു റിപ്പോർട്ട് കാണും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ സാഹചര്യം മാറുമെന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ജപ്തി നോട്ടീസ് ഇരിക്കുകയാണ്. അതൊക്കെ ഫാക്റ്റാണ്. റോമാലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന് ഏകദേശം 100 വയസ്സായി. അതായത് അബ്രാഹത്തിന്റെ ശരീരം ഡെഡാണ്, മൃതപ്രായനായി തീർന്നു. ഇനി അങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് ഒരു തലമുറ ഉണ്ടാകുക, അബ്രാഹത്തിനും പ്രായമായി, സാറായ്ക്കും പ്രായമായി, അവർക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ അവിടെ അബ്രാഹാം കാഴ്ചകൾക്കപ്പുറമായി വിശ്വാസത്തിൽ തന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ തന്നോട് വാഗ്ദാനം ചെയ്തവനിൽ ഉറച്ചു വിശ്വസിച്ചു. തന്നോട് വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ അബ്രാഹാം ഉറച്ചു വിശ്വസിച്ചു. ഹെബ്രായർ 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നത്, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് സാറ പ്രായം കവിഞ്ഞിട്ടും സാറയ്ക്ക് ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സാറ
സ്വീകരിച്ചു. ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സാറ സ്വീകരിച്ചു. എങ്ങനെ? തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട്. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചത് കൊണ്ട് സാറ ഗർഭധാരണത്തിന് വേണ്ട ശക്തിയെ സ്വീകരിച്ചെന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വിചാരം എവിടെയാണ്? മനസ്സിലാണ്, മൈൻഡിലാണ്, അല്ലെ? മനസ്സിലാണ്. അപ്പം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നമ്മൾ വിശ്വസിക്കുകയാണ് നമുക്കൊരു ഇറ്റേണൽ ലൈഫ് ഉണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ് ഈ ഭൂമി കൊണ്ട് തീരുക. അങ്ങനെയാണോ നമ്മുടെ ചിന്ത? അല്ല. ഒരു ഭൂമി കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു അവസാനമല്ല നമുക്ക്. 365 ദിവസം എന്ന് പറഞ്ഞാൽ, അല്ല, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസം. 100 വർഷം എന്ന് പറയുമ്പോൾ അപ്പൊ എത്ര ദിവസമായി? 36,500 ദിവസം, അല്ലെങ്കിൽ 37,000 ദിവസം. അപ്പൊ 37,000 ദിവസമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം? അല്ല. കർത്താവിന്റെ വചനത്തിൽ പറയുകയാണ്, ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നമ്മൾ. അവിടെ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിൽ നമ്മൾ തെരഞ്ഞെടുത്താണോ നമ്മുടെ വീട്, നമ്മുടെ രാജ്യം, നമ്മൾ എവിടെയൊക്കെ പോകും? ഇതൊക്കെ ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്തു. അപ്പൊ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ, ഏതെങ്കിലും ഒരു സാഹചര്യം ഇന്ന് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, വിശ്വസിക്കുക. കാണപ്പെടാത്ത ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുക. കാണപ്പെടാത്ത ഒരു ലോകമുണ്ട് എന്ന് നീ വിശ്വസിക്കുമ്പോൾ ആ കാണപ്പെടാത്ത ലോകത്ത് നിന്ന് നിനക്ക് വേണ്ടി ശക്തി കടന്നു വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ടേ, കാരണം ഫ്രണ്ട് ക്യാമറ ഇട്ടാൽ ഞാൻ നിങ്ങളെ നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഡ്രൈവിംഗും ഫോക്കസ് ചെയ്യാം, എനിക്ക് വചനവും പറയാം. ഇത് സൂമിലൊന്നും അല്ലല്ലോ, ഫേസ്ബുക്ക് ലൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ കാണപ്പെടാത്തൊരു ലോകമുണ്ട്. അപ്പൊ കാണപ്പെടാത്ത ലോകത്ത് നിന്ന് വലിയൊരു ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പൊ കാണപ്പെടാത്ത ലോകത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ശക്തി കടന്നു വരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. എന്നെ ഇന്ന് കാണുന്ന നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ, ജീവിതത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം വേണം, ഒരു വിടുതൽ വേണം, ഒരു ഡെലിവറൻസ് വേണം. നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്നേ ദിവസം നിങ്ങൾക്കൊരു അത്ഭുതം വേണം, ഒരു വിടുതൽ വേണം, ഒരു ഡെലിവറൻസ് വേണം. എന്താണ് ചെയ്യേണ്ടത്? ഈശോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ രണ്ടുപേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. രണ്ടുപേര് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ രണ്ടുപേര് എങ്ങനെ ഐക്യമത്യപ്പെടുന്നത്? നമ്മൾ രണ്ടുപേര് വിശ്വാസത്തിൽ ഐക്യമത്യപ്പെടുകയാണ്. കാണപ്പെടാത്ത ലോകം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഐക്യമത്യപ്പെടുകയാണ്. ഒരു അദൃശ്യ ലോകമുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഭർത്താവിനും ഭാര്യയ്ക്ക് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അദൃശ്യ ലോകത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയ്ക്കും, അല്ലെങ്കിൽ മക്കളും അപ്പനും മാതാപിതാക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈകോർത്ത് പിടിച്ച് ആ അദൃശ്യ ലോകത്തെ കണ്ടുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കും. ഈശോ പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുപേര് ഐക്യമത്യപ്പെടുമ്പോൾ അത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഈശോയുടെ നാമത്തിൽ ചോദിക്കുമ്പോൾ അവിടെ സംഭവിക്കുമെന്നാ പറഞ്ഞു. അവിടെ സംഭവിക്കും. എന്ത് കാര്യമാണെങ്കിലും അവിടെ സംഭവിക്കും. ഈശോ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ 2 or 3 പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. മത്തായി 18:20. അതെ, ഈശോ നമ്മുടെ നടുവിൽ നിൽക്കുവാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈകോർത്ത് പിടിച്ച് ഈശോയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗത്തെ സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തെ ഈശോ ഏറ്റെടുക്കുവാണ്. ആ സമയത്ത്, ആ സെക്കൻഡിൽ തന്നെ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് കൊളോസസ് 3:17 പറഞ്ഞത്, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ ഈശോ വഴി അവന്റെ നാമത്തിൽ, പിതാവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവായ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ചെയ്യുന്നവർ ഈശോയുടെ നാമത്തിൽ ചെയ്യും. ഈശോയുടെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ അങ്ങ് സമർപ്പിച്ചാൽ മതി. ഏത് കാര്യമാകട്ടെ അവിടെ അത്ഭുതം സംഭവിക്കും. ഏത് കാര്യമാകട്ടെ അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന എന്താണോ ആ ദൈവഹിതം അവിടെ വെളിപ്പെടും. അവിടെ ദുഷ്ടാരൂപികൾക്ക് തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. അതാണ് അവിടെ ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ ശക്തി. അപ്പൊ അബ്രാഹത്തിനും സാറയ്ക്കും ആരാ ഉണ്ടായിരുന്നത്? അവർ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചു. സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇമ്പോസിബിളാ, മൊത്തം ഇമ്പോസിബിളാ. സാഹചര്യങ്ങൾ ഒരു തരത്തിലും ഒരു അത്ഭുതം നടക്കാനുള്ള സാധ്യതയില്ല. അത്ഭുതം നടക്കാനുള്ള സാധ്യതയില്ല. അത്ഭുതം നടക്കാൻ സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് അത്ഭുതം നടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ സാധ്യതയില്ലെങ്കിൽ
അത്ഭുതങ്ങളെ നടത്തുവാൻ കർത്താവായ ഈശോ സർവശക്തനാണ് എന്ന് പറഞ്ഞ് എന്റെ ഈശോ സർവശക്തനാണ്. അപ്പൊ വിശ്വാസം എന്നത് എന്താ? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന വലിയ ഉറപ്പാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന വലിയ ബോധ്യമാണ്. അപ്പൊ നമ്മൾ കാണണം. നമ്മൾ ഇന്ന് ഈ വചനമൊക്കെ കേൾക്കുമ്പോ ഈശോ പറഞ്ഞില്ലേ, നല്ല നിലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മളിത് ഹൃദയത്തിലോട്ട് സ്വീകരിക്കുകയാണ്. അതായത് ഒരു കാണപ്പെടാത്ത ലോകമുണ്ട്. ഞാൻ ഈ കാണുന്ന ലോകത്തിനപ്പുറമായിട്ട് കാണപ്പെടാത്ത ഒരു ലോകമുണ്ട്. ആ കാണപ്പെടാത്ത ലോകത്തിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എന്റെ കർത്താവുണ്ട്. എന്റെ കർത്താവ് എന്റെ അരികിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണപ്പെടാത്ത ലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾ സോളാർ സിസ്റ്റത്തിന് വെളിയിലോട്ട് പോയി അങ്ങനെ ചിന്തിക്കല്ലോ കേട്ടോ. കാണപ്പെടാത്ത ലോകം എന്ന് പറയുന്നത് നമുക്ക് അരികിൽ തന്നെ. ഈശോ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പൊ സ്വർഗം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അദൃശ്യ ലോകം നമുക്ക് തൊട്ടരികിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ഭൂമിക്ക് വെളിയില്, സോളാർ സിസ്റ്റത്തിന്റെ ഒക്കെ വെളിയില് വേറെ എവിടെയോ ഒരു ലോകം അല്ലെ, മരിച്ചു കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോവാ, വേറൊരു സ്ഥലം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വെക്കുക. ഈശോ പറയുകയാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പം നല്ല നിലത്ത് വീണ ഒരു വിത്ത്, ഒരു വചനം കേൾക്കുമ്പോ, ഇപ്പൊ നമ്മൾ യേശയ്യാ 25:8 വചനം ഷെയർ ചെയ്തു ഞാൻ ആദ്യം. എന്തായിരുന്നു ആ വചനം? ഈശോ പറയുകയാണ് ഞാൻ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റും. ഐ വിൽ വൈപ്പ് ഓൾ യുവർ ടിയേഴ്സ് അവേ. ഞാൻ നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റും എന്ന് ഈശോ പറയുമ്പോൾ ആ വചനത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഒരു മനുഷ്യൻ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആ വചനം ചെയ്യുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അതാണ് വചനത്തിന്റെ ശക്തി. ഏത് വചനമാണ്? നമ്മളിപ്പോ ഒരുപാട് വചനപ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഓരോ വചനപ്രസംഗങ്ങളിലും എത്രയോ വചനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പൊ ഈശോ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ ഹൃദയം ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടപെടുക, നിങ്ങളെ ഒന്ന് സൗഖ്യമാക്കുക, നിങ്ങളെ ഒന്ന് സൗഖ്യമാക്കുക. ഈശോ ആഗ്രഹിക്കുക, ഈശോ ആഗ്രഹിക്കുവാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, യെശയ്യാ 53-ാം ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു. അതൊരു വചനമാണ് അല്ലെ. ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നമുക്ക് സൗഖ്യം കിട്ടും. അപ്പൊ നമ്മള് ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കും അതെങ്ങനെയാന്നേ, ഈശോ അന്ന് സഹിച്ച സഹനത്തിന് എനിക്കെങ്ങനെയാ സൗഖ്യം കിട്ടുന്നത്? അപ്പൊ പലപ്പോഴും നമുക്ക് ഈ വചനം നമ്മുടെ ഉള്ളിലോട്ട് വരാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും അതെങ്ങനെയാ അത് സംഭവിക്കുന്നത്, അതെങ്ങനെയാ അത് നടക്കുന്നത്. ഇപ്പൊ ഹെബ്രായർ 11:1 നമ്മൾ കാണുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്. അപ്പൊ പ്രത്യാശിക്കുന്നവ ലഭിക്കുന്ന ഉറപ്പ് അത് എവിടുന്നാ വരുന്നത്, എങ്ങനെയാ വരുന്നത്, എങ്ങനെ സംഭവിക്കും? നമുക്ക് 100 കണക്കിനുള്ള ചിന്തകളും ചോദ്യങ്ങളുമാണ്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരുപാട് ചിന്തകൾ കാരണം അവന്റെ ഉള്ളിലേക്ക് ദൈവവചനം കയറുന്നതിന് അവൻ തന്നെ തടസ്സമായിട്ട് ഇങ്ങനെ ആ മനസ്സ് ക്രിയേറ്റ് ആയിട്ട് നിൽക്കുവാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം എഴുതുന്ന സെയിന്റ് പോൾ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലരാകരുത്. നിങ്ങൾ ആകുലപ്പെട്ട് കഴിഞ്ഞാൽ ഈ വചനം ഉള്ളിലോട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അതാ പ്രശ്നം. നമ്മൾ ആകുലപ്പെട്ടാൽ എന്താ പ്രശ്നം? നമുക്ക് വചനത്തെ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വചനത്തെ റിസീവ് ചെയ്യുമ്പോഴാണ് അത് 30 പേനെയും 60 പേനെയും 100 പേനെയുമായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത് അല്ലെ. അപ്പൊ വചനത്തെ റിസീവ് ചെയ്യുന്നതിന് നമ്മുടെ മനസ്സിലെ ആകുലതകള് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അവിടെ അപ്പോസ്തലൻ പറയും നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ആകുലതകളെ മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുക. ഫിലിപ്പിയർ 4:6-7 വാക്യം. ഇപ്പൊ ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആകുലതകൾ എന്തൊക്കെയാണോ ആകുലതകളെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചേ. ഈശോയെ എന്റെ ആകുലത ഇതാ ഒന്ന് പറഞ്ഞേ കർത്താവിനോട്. കർത്താവ് എന്റെ ആകുലത ഇതാ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ, എന്റെ വിഷമം ആർക്കും അറിയത്തില്ല. ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞാനിതൊന്ന് സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഫിലിപ്പിയർ 4:7 വാക്യത്തിൽ പറയുകയാണ്, ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനം നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളുമെന്നാ പറയും. അതായത് നമ്മുടെ മനസ്സ് സമാധാനം കൊണ്ട് നിറയപ്പെടും. നമ്മുടെ മനസ്സിൽ സമാധാനം നിറയപ്പെടുമ്പോഴാണ് ദൈവവചനത്തിന്റെ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയുന്നു. അതായത് ദുഷ്ടാരൂപി ഏറ്റവും അധികം ഭയപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളിപ്പോ ഞാനിപ്പോ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാ, നിങ്ങൾ യൂറോപ്പിൽ വന്നിട്ടുള്ളവരുണ്ടായിരിക്കും, വരാത്തവര് കാണും. നിങ്ങൾ ഇവിടെ സമയം ഇപ്പം 5 മണിയായി. അപ്പം എനിക്കിന്നൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക. അപ്പം പോകുന്ന വഴിക്ക് ഇന്നൊരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പൊ ഞാനിന്ന്
ഈ ഒരു ഇവിടെ ഒരു ഈവനിങ് ടൈം, ഒരു 5 മണി സമയമായി ഇപ്പൊ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കാണുന്ന ലോകം എന്ന് പറയുന്നത് ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാ നമ്മൾ കാണുന്നത്. വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. നമ്മളീ കാണുന്ന നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു കുറുക്കൻ ചാടിപ്പോകും. ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറുക്കനും മാനുകളൊക്കെ ഇങ്ങനെ ചാടിപ്പോകും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര കോഷ്യസ് ആയിട്ട് വേണം, ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ഈ ദൃശ്യമായ ലോകം എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അദൃശ്യമായ ലോകത്തിൽ നിന്നാണ്. അപ്പൊ യോഹന്നാൻ ശ്രീയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആ വചനത്തിലൂടെയാണ് സമസ്തവും ഉളവായത്. ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം ഉളവായത് ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ ആ ദൈവവചനമാണ് ഇന്ന് നമ്മൾ കരികിലേക്ക് കടന്നു വരുന്നത്. എനിക്ക് ഈശോ ഇന്ന് നൽകിയ വചനം അതായത് യേശയ്യാ 25:8, ഞാൻ സകലരുടെയും കണ്ണുനീര് തുടച്ചു മാറ്റും. അതൊരു വചനമാണ് അല്ലെ? സകലരുടെയും കണ്ണുനീര് ഞാൻ തുടച്ചു മാറ്റും. ഐ വിൽ വൈപ്പ് അവേ യുവർ ടിയേഴ്സ്. പിന്നെ ഈ വചനത്തെ വിശ്വാസത്തോടെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും വിഷമങ്ങളും പ്രശ്നങ്ങളും എന്തുമാകട്ടെ, ആ വിഷമങ്ങളെ ഈശോ തുടച്ചു മാറ്റും. ആ പ്രതിസന്ധികളെ ഈശോ നീക്കം ചെയ്യും. ആ വേദനകളെ ഈശോ നീക്കം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ കരുതൽ വെളിപ്പെടും. നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടയാളങ്ങൾ കടന്നു വരും. നിങ്ങൾക്ക് വേണ്ടി അത് സംഭവിക്കും. നിങ്ങൾക്ക് വേണ്ടി അത് സംഭവിക്കും. ഹല്ലേലൂയ. ഈശോ അത് ചെയ്യും. ഈശോ അത് പ്രവർത്തിക്കും. ഈശോ പറയുന്നില്ലേ, ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തിയോട് ഈശോ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ഞാനിത് ചെയ്തു തരുവാൻ എനിക്കിത് പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച പോലെ തന്നെ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കിട്ടും. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. അപ്പം ഒരു വിശ്വാസിയുടെ മനസ്സ് എത്രമാത്രം ഈശോയുടെ സ്നേഹത്താൽ നിഷ്കളങ്കമായി ആ വിശ്വാസിയുടെ മനസ്സ് നിഷ്കളങ്കതയിലായിരിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിന്റെ ഇടപെടലിനും പ്രവർത്തിക്കും. അവന്റെ ജീവിതത്തെ അവൻ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് എളിമപ്പെടാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാനിന്ന് നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈശോ, നിന്റെ കരം ഇന്ന് എന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കുറെ നാളായിട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. കുറെ നാളായി നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തു. ഇതേ പ്രാർത്ഥനാ വിഷയങ്ങളുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. നിങ്ങൾ ഒരുമിച്ച് പോയി പള്ളിയിൽ നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് കൃപാസനത്തിൽ പോയി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ പോയി നിങ്ങളെപ്പോഴും ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ദൈവമേ, എത്രയോ പേരുടെ ജീവിതത്തിൽ നീ അത്ഭുതം ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ മാത്രം എന്താ എനിക്ക് ഒരു മാറ്റം വരാത്തെ ചോദിക്കുന്നില്ലേ? അങ്ങനെ ഉള്ളവര് ഇന്നിപ്പോ ഈ ലൈവിൽ കയറിയിട്ടുണ്ടെന്ന് ഈശോ എന്നോട് പറയുന്നുണ്ടല്ലോ. ഈശോ എന്നോട് പറയുന്നുണ്ട്, അനീഷേ, നീ ഡ്രൈവ് ചെയ്യുമ്പോ ഈ കാര്യം നീ എന്ന് പറയണം. കുറെ പേര് പ്രാർത്ഥിച്ച് മടുത്ത് ഓരോ അത്ഭുതം പോയിട്ട് ഒന്നും നടക്കുന്നില്ല. അതിന്റെ വിഷമത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഈശോ പറയും. ഒരുപാട് അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത്ഭുതങ്ങളെല്ലാം താമസിക്കുക. എന്താണ് കർത്താവേ, എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒന്നാമതായിട്ട് ഈശോ പറയുവാണേ, നിന്നെ ഒരു അത്ഭുതമാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ലാസറിന് വിടുതൽ താമസിച്ചതിന്റെ കാരണം എന്തായിരുന്നു? ലാസറിനെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടാണോ? ലാസറിനെ ഈശോയ്ക്ക് ഇഷ്ടമായിരുന്നു. ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതങ്ങനെ നമ്മൾ വചനത്തിൽ കാണുന്നത്. ലാസറിനെയും മാർത്തയെയും മറിയത്തെയും ഈശോ സ്നേഹിച്ചിരുന്നു. എന്നിട്ട് ഈശോ 2 ദിവസം കൂടെ താൻ താമസിക്കുന്ന സ്ഥലത്ത് ഈശോ അവിടെ ചെലവഴിച്ചു. എന്നിട്ട് ലാസർ മരിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ ഈശോ ലാസറിന്റെ കല്ലറക്കരികിലേക്ക് വരുന്നത്? 4-ാം ദിവസം. ഒരു ജൂതനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളെല്ലാം തീർന്നു. ശരീരം ചീഞ്ഞഴിയുന്ന അവസ്ഥയിലാണ് സ്വർഗത്തിന്റെ നാഥൻ അവിടേക്ക് പ്രവേശിക്കുന്നത്. ഈശോ മരിച്ച ഒരാളെ ആദ്യമായിട്ട് ഉയർപ്പിക്കുന്ന ശുശ്രൂഷ അവിടെ നടക്കുന്നത്. അപ്പൊ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. എന്തിനാണത്? ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഈശോയുടെ പ്രവൃത്തി വൈകും തോറും ഓർത്തോളുക, ആ പ്രവൃത്തി വലിയ സാക്ഷ്യത്തിന് കാരണമായി തീരും. അപ്പൊ ഇന്നായിരിക്കും ആ ദിവസം. കാരണം ഈശോ ഈ ഒരു വചനം നമുക്ക് തന്നില്ലേ, ഞാൻ നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റും, നിന്റെ അപമാനത്തെ ഞാൻ നീക്കം ചെയ്യും. അപ്പൊ ഈ ലോകത്ത് തന്നെ നീക്കം ചെയ്യുമെന്നാ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും നിന്നവര് നിങ്ങളെ നോക്കി പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഒരു
വലിയ കേപ്പബിലിറ്റി ഇല്ലാത്ത വ്യക്തിയാ, നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഫുഡിനൊരു ടേസ്റ്റ് ഇല്ല, ഒരു കഴിവുമില്ല, ജോലി ചെയ്യുന്നതൊന്നും കൃത്യമല്ല, ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്നു, അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊന്നും നിങ്ങളൊരു വിശ്വാസം ഇല്ലായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈശോയ്ക്ക് നിങ്ങൾ എന്നാ വിശ്വാസം അറിയോ? നിങ്ങൾ ഈശോയെ വിശ്വസിക്കുന്നേക്കാളും ഈശോ നിങ്ങളെ വിശ്വസിക്കും. ഇതാണ് സത്യം. സുവിശേഷം എന്ന് വെച്ചാൽ എന്നാന്നറിയാമോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ ഈശോനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നമ്മളെ അറിയുന്നു. നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നമ്മളെ മനസ്സിലാക്കുന്നു. നമ്മൾ ഈശോനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നിന്നെ മനസ്സിലാക്കുന്നു. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ നിന്നെ അറിയുന്നു. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മൾ ഈശോയെ സ്വീകരിച്ചു എന്നതിനേക്കാൾ ഉപരി ഈശോ നിന്നെ സ്വീകരിച്ചു. നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന്, നിന്നെ സ്വീകരിക്കാനല്ലേ ഈ ഭൂമിയിലേക്ക് വന്നത്. നിന്നെ സ്വീകരിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന ഈശോ നിന്നെ സ്വീകരിച്ചു ഈശോയുടെ കുരിശുമരണത്തിലൂടെ. ഈശോയുടെ കുരിശുമരണത്തിൽ എന്നാ സംഭവിച്ചേ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ, എന്നെ, നമ്മളെല്ലാവരും ഈശോയുടെ സ്വന്തമാക്കി തീർത്തുന്ന പത്രോസ്ലിയ പറയുന്നേ. 1 പത്രോസ് 1:18 സ്വന്തം രക്തം കൊടുത്ത് ഈശോ അങ്ങ് വിലക്ക് വാങ്ങി നമ്മളെ. അപ്പൊ നമ്മൾ ആരുടെയായി? ഈശോടെയാ. നിങ്ങളൊരു സാധനം മേടിച്ചു, ഒരു കടയിൽ പോയി ഒരു കാര്യം മേടിച്ചെന്ന് ഓർത്തു. ആ കടയിൽ ആ സാധനം മേടിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൈസ പേ ചെയ്ത് അതിന്റെ റെസീറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആരുടെയാ സംഭവം? നിങ്ങളുടെ അല്ലേ? പിന്നെ കടയുടെ ഉടമസ്ഥ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ട് ചോദിക്കും, അത് എന്റെ സാധനം നിങ്ങളുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ റെസീറ്റ് എടുത്ത് കാണിച്ചിട്ട് പറയും, ഇല്ലില്ല, ഞാൻ കാശ് കൊടുത്ത് നിങ്ങളുടെ ഇത് മേടിച്ചതാ, എന്റെ സ്വന്തമാ. പത്രോസ്ലിയ പറയുന്നറിയോ? 1 പത്രോസ് 1:18 ഈശോ സ്വന്തം രക്തം കൊടുത്ത് നിന്നെ വിലക്ക് വാങ്ങി. ഈശോ സ്വന്തം രക്തം കൊടുത്ത് നിന്നെ വിലക്ക് വാങ്ങി. ഈശോയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് നീ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ. ഈശോയ്ക്ക് വേണ്ടി ഈശോ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വയ്ക്കും. അത്രമാത്രം നീ വേണ്ടപ്പെട്ടവനാണ്. ഇതാണ് സുവിശേഷം. കുരിശിലെ ബലിയിലൂടെ ദൈവം നിന്നെ സ്വന്തമാക്കി. 1 പത്രോസ് 2:9 പറയാം, നിങ്ങൾ രാജകീയ പുരോഹിതരാ, ദൈവത്തിന്റെ സ്വന്തമാ, വിശുദ്ധ ജനതയാ. കാരണം ഈശോ നിങ്ങളെ സ്വന്തം രക്തം കൊണ്ട് വിലക്ക് വാങ്ങി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സത്യപ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകളെ പ്രകീർത്തിക്കണം. ഇതാണ് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെയും എന്റെയും ഉത്തരവാദിത്തം. വേറെ ഒന്നും പറയാനല്ല ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. നമ്മളെ വീണ്ടെടുത്തവന്റെ നന്മകളെ പ്രകീർത്തിക്കണം. എത്രമാത്രം നല്ലവനാണ് ഈശോ, എത്രമാത്രം സ്നേഹിക്കുന്നവനാണ് ഈശോ, നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നവനാണ് ഈശോ, നമുക്ക് സൗഖ്യം നൽകുന്നവനാണ് ഈശോ, നമുക്ക് വിടുതൽ നൽകുന്നവനാണ് ഈശോ, നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് ഈശോ, നമ്മളെ ഉയർത്തുന്നവനാണ് ഈശോ. ആ ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. അവന്റെ നന്മകളെ പ്രകീർത്തിക്കുക. ഇതാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ലാസറിനെ പിന്നീട് കണ്ടവരൊക്കെ ലാസറിനെ ഒരു അത്ഭുതമായിട്ടല്ലേ കണ്ടത്? അല്ലെ? ലാസറിനെ പിന്നീട് കണ്ടവരൊക്കെ ലാസറിനെ ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്. അയ്യോ, ഈ ലാസർ മരിച്ചു പോയതല്ലേ, ഞങ്ങൾ മരിച്ചടക്കി ഉണ്ടായിരുന്നതാണല്ലോ. ലാസറിനെ അടക്കി 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഈശോ വന്ന് ലാസറിനെ ഉയർപ്പിച്ചു. അതായത് ലോകം പറയുകയാണ് എല്ലാം തീർന്നു, നിനക്കിനി ഒരു ഫ്യൂച്ചർ ഇല്ല, എല്ലാം അസ്തമിച്ചു, എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈശോയ്ക്ക് തുടങ്ങാൻ പറ്റും. ഈശോ തുടങ്ങുന്നവനാണ്. പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. പുതിയ കാര്യങ്ങൾ ഈശോ നിനക്ക് വേണ്ടി ചെയ്യും. പുതിയ വഴികളെ ഈശോ നിനക്ക് വേണ്ടി തുറക്കും. നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ വളരെ കൂടുതൽ ഈശോയ്ക്ക് ചെയ്യാൻ പറ്റും. എഫെസോസ് 3:20 നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. നമ്മൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം, നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിക്കണം. ഈശോയെക്കുറിച്ച് ധ്യാനിക്കണമെങ്കിൽ, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണമെങ്കിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, ശിശുക്കളായിട്ടുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണമെങ്കിൽ നമ്മൾ ഈശോയുടെ ആദ്യമേ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ ഈശോയെ, എന്റെ ഈ കഠിന ഹൃദയത്തെ മാറ്റി ഒരു ശിശുസഹജമായ നിഷ്കളങ്കമായ ഹൃദയം എനിക്ക് തരണമെങ്കിൽ. ഈശോ അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? അന്നത്തെ കാലത്ത് ഈ ഫരിസേയന്മാര്, മതപുരോഹിതര് ഈശോ എന്നാ പറഞ്ഞാലും ഈശോനെ കൊച്ചാക്കും, ഈശോയെ കളിയാക്കും, ഈശോന് ഒരു വിലയും തരത്തില്ല. നീ ആശാരിയുടെ മകനല്ലേ, നിന്റെ അപ്പനെ അമ്മയൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ്
ഈശോനെ അങ്ങ് ഇടിച്ചു താഴ്ത്തും. ഈശോ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ശിശുസഹജമായ ഒരു ഹൃദയം വേണം. ശിശുക്കളെ പോലുള്ളവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് ശിശുസഹജമായ ഒരു നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി ഈശോയെ നിന്റെ അരികിലേക്ക് ഞാൻ വരുക, എനിക്ക് നിന്റെ സ്നേഹത്തെ കുറിച്ചൊന്ന് ധ്യാനിക്കണം എന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ഇതായിരുന്നു കൊച്ചുറേസ്യ പുണ്യാളത്തിയുടെ ഒക്കെ സീക്രട്ട്. ശിശുസഹജമായ ഹൃദയത്തില് ഈശോയുടെ സന്നിധിയിൽ അങ്ങ് ഇരിക്കുക, ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് അങ്ങ് ധ്യാനിക്കുക. അങ്ങ് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ഈശോയ്ക്ക് ചെയ്തു തരുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ, വളരെ കൂടുതൽ, വളരെ കൂടുതൽ, വളരെ കൂടുതൽ, വളരെ കൂടുതൽ, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ ഈശോയ്ക്ക് കഴിയും, ഈശോയ്ക്ക് സാധിക്കും കേട്ടോ. ഇന്ന് എത്ര വലിയ പ്രയർ റിക്വസ്റ്റ് ആകട്ടെ, എത്ര വലിയ ഇഷ്യൂ ആകട്ടെ, ഈശോയ്ക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. കാരണം എന്നറിയാവോ? ഈശോ സ്വന്തം രക്തം കൊണ്ട് നിന്നെ വിലക്ക് വാങ്ങി. ഈശോയുടെ ഒരു മാസ്റ്റർ പീസാ നീ. ഈശോയുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാ നീ. ഈശോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാ നീ. രക്തം കൊണ്ട് നിന്നെ വിലക്ക് വാങ്ങിയതാ. ആ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് നിന്നെ ധ്യാനിക്കുന്ന സമയത്ത്, ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് നീ ധ്യാനിക്കുന്ന സമയത്ത് കണ്ണടച്ച് ധ്യാനിക്കുമായിരിക്കും. ചിലപ്പോൾ ദീപികാരന് ചാപ്പലിൽ ധ്യാനിക്കുമായിരിക്കും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ധ്യാനിക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇസ്രായേലിലോ വല്ല യുദ്ധം നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മുറിയിലിരുന്ന് ധ്യാനിക്കുമായിരിക്കും. എവിടെ ഇരുന്ന് ധ്യാനിച്ചാലും നിങ്ങളുടെ മുറിക്കുള്ളിലേക്ക് ഈശോ വരും, നിങ്ങളുടെ അരികിലേക്ക് ഈശോ വരും, നിങ്ങളെ അങ്ങ് കെട്ടിപ്പിടിക്കും, നിങ്ങളെ അങ്ങ് കെട്ടിപ്പിടിക്കും. പണ്ട് ഷിക്കാഗോയിൽ നിന്നൊരു ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പറയും, വീട്ടില് ആരും വിശ്വാസത്തിന് സപ്പോർട്ടല്ല, തന്നെ വീട്ടിൽ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത്. എല്ലാരും ക്രിസ്ത്യാനികളൊക്കെ രക്ഷയുണ്ടല്ലോ, പ്രാർത്ഥിച്ച വീട്ടിൽ ഇടി കിട്ടും. എന്നോട് പറഞ്ഞു, എന്റെ അനീശ്വരനെ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരയും, എനിക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിൽ പറ്റത്തില്ല, എനിക്കൊരു സ്വർഗസ്നാവതാവി എല്ലാം പറ്റത്തില്ല. ഞാൻ ഹെഡ്ഫോണിനകത്ത് മെസ്സേജ് ഒക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഈശോ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന എനിക്ക് ഫീലാന്ന് പറഞ്ഞു. ഈശോ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക. അപ്പൊ ഈശോ വന്ന് കെട്ടിപ്പിടിച്ചു കഴിയുമ്പോ പിന്നെ എന്റെ ഹസ്ബൻഡായി എന്റെ മക്കളൊക്കെ എന്നോട് പിന്നെ നൈസായിട്ട് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. പിന്നെ ജീവിതത്തിലെ പ്രതിസന്ധി എന്തുവാണ്, ചിലപ്പോൾ വീടിനകത്ത് നിങ്ങൾ ഒറ്റപ്പെടുമായിരിക്കും, നിങ്ങളെല്ലാരും കല്ലെറിയുമായിരിക്കും, നിങ്ങളെ ആർക്കും താല്പര്യമില്ലായിരിക്കും, നിങ്ങളെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, നിങ്ങള് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ കുറിച്ച് അതും ഇതും ഒക്കെ പറയുമ്പോ ഇന്ന് ഓർത്തോ, ഈശോയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ, ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ആ ഈശോ ഇന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുവാണ്. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. ഈശോ നിങ്ങളെ അങ്ങ് ചേർത്ത് നിർത്തുക. ഈശോ പറയുക, മകനെ മകളെ നീ തളരരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. മകനെ മകളെ നീ തളരരുത്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തളർന്നു പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ, നിങ്ങൾ ഒത്തിരി ഓടിയിട്ടും നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ സ്നേഹിക്കേണ്ടവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല. സ്നേഹിക്കേണ്ടവർ നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയാകാം, സഹോദരങ്ങളാകാം, ബന്ധുമിത്രാദികളാകാം, കുടുംബത്തിലുള്ളവരാകാം, ആരുമാകാം, അവർ നിങ്ങളെ പരിഗണിക്കുന്നില്ല. അങ്ങനെ പരിഗണന കിട്ടാതിരിക്കുമ്പോൾ ഒരു വല്ലാത്ത വേദനയല്ലേ? അങ്ങനെ പരിഗണന കിട്ടാതിരിക്കുന്നവന്റെ അരികിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. വല്ലാത്ത വേദനയിലൂടെ, ആ നീറിപ്പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കരികിലും ഈശോ തൊട്ടരികിലുണ്ട്. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞ ഹൃദയം നുറുങ്ങിയവർക്കരികിൽ ഈശോയുണ്ട്. മനമുരുകിയവരെ ഈശോ കടാക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയ ഒരു വ്യക്തിക്കരികിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. മനമുരുകിയ ഒരു വ്യക്തിയെ ഈശോ കടാക്ഷിക്കുന്നു എന്ന് പറയാൻ കാരണം, ഒരു വ്യക്തിയുടെ തകർന്ന അവസ്ഥയെ ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തി ഈശോയാണ്. നിന്റെ തകർന്ന അവസ്ഥയെ ഏറ്റവും അധികം അറിയാവുന്ന വ്യക്തി ഈശോയാണ്. നിന്റെ ദുഃഖങ്ങളെ ഏറ്റവും അധികം അറിയാവുന്ന വ്യക്തി ഈശോയാണ്. ആ ഈശോയ്ക്ക് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. നമുക്കൊരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. ഞാൻ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നോട് ഇതൊക്കെ ഇങ്ങനെ പറയാൻ പറയും. ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയായിരിക്കും, ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഈശോ ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് കേട്ടോ. ഈശോ ഇങ്ങനെ പറയിപ്പിക്കും. ഈശോ പറയടാ പറയണം, ആരും പറയുന്നില്ല. ഈശോനെ പറയാൻ ആരും ഇല്ല. ഇന്നെല്ലാവർക്കും വേണ്ടത് എന്നാന്നറിയോ? പണ്ട് ഫരിസേയന്മാര് അന്നത്തെ മനുഷ്യരെ പഠിപ്പിച്ച പോലെയാണ് ഇന്നത്തെ പഠനങ്ങളെല്ലാം ഈശോ പറയുന്നത്. അന്നത്തെ കാലത്ത് ഫരിസേയരില്ലായിരുന്നു. ഫരിസേയര് എടുത്താ പൊങ്ങാത്ത കാര്യങ്ങളാണ് മനുഷ്യരുടെ മുകളിലോട്ട് കൊടുത്തോണ്ടിരുന്നത്. അതിന്റെ ഇടയിലോട്ടാണ് ഈശോ വന്നിട്ട് പറഞ്ഞു, മക്കളെ ദൈവം സ്നേഹമാകുന്നു, ഞാൻ നിങ്ങൾക്ക് എതിരൊന്നും അല്ല, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ എനിക്കറിയാം. നിങ്ങളെ സൃഷ്ടിച്ച് എനിക്കല്ലാതെ വേറെ ആർക്കാ നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ പറ്റുന്നത്?
മനസ്സിലാകുന്നില്ല നിങ്ങളുടെ വിഷമം. ഈശോ നല്ല സമരിയാക്കാരന്റെ ഉപമ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞില്ലേ, ഒരു പുരോഹിതൻ അതിലേ വന്നു, ലേവ്യൻ വന്നു, അവരൊക്കെ അതിലേ കടന്നുപോയി. ആർക്കും ഓരോരുത്തന്റെ വേദന അറിയാൻ മേല. എന്നാൽ വേദന അറിയുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. തകർന്നവന്റെ വേദന അറിയുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവന്റെ നീറിപ്പുകയുന്ന വിഷയങ്ങളെ അറിയുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. ആർക്കും വേണ്ടാത്തവനെ തേടി കടന്നു പോകുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചവന്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്തവന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു നല്ല സമരിയാക്കാരനുണ്ട്. ഒരു മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ പോലും ഇന്ന് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന നിന്റെ ദൈവം നിന്റെ അരികിൽ വന്ന് നിന്ന് നിന്നോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ സംഭ്രമിക്കരുത്, നീ സംഭ്രമിക്കരുത്. ഞാനാണ് നിന്റെ ദൈവം. എന്നെ കേൾക്കുന്ന തകർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ തകർന്നിരിക്കുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദമില്ല, മുൻപോട്ട് പോകും, തളരരുത്, ഇത്രയും നീ എത്തിയില്ലേ, ഇനിയും നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റും. അത് ആരുടെ ശബ്ദമെന്നറിയാവോ? ഈശോയുടെ ശബ്ദമാ, ഈശോയുടെ ശബ്ദമാ. ഈ ശബ്ദം ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ല. എല്ലാ മനുഷ്യന്റെ ഹൃദയത്തോടും ഈശോ സംസാരിക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന നിമിഷം ആ സെക്കൻഡിൽ യേശു അറിയുന്നുണ്ട്. നിങ്ങളെ എവിടെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ യേശു അറിയുന്നുണ്ട്. യേശു ആ സെക്കൻഡിൽ അറിയുന്നുണ്ട്. നിങ്ങൾ ഏത് രീതി പ്രാർത്ഥിച്ചാലും ഈശോ അത് അറിയുന്നുണ്ട്. ആ സെക്കൻഡിൽ അറിയുന്നുണ്ട്. ആ നിമിഷം ഈശോ അറിയുന്നുണ്ട്. ആ നിമിഷം ഈശോ അറിയുന്നുണ്ട്. ഈശോ നിന്നോട് പറയുന്നില്ല, മോനെ മോളെ നീ തളരരുത്, തളരരുത്. നീ അനാഥനല്ല. ഈ ഭൂമി നീ ഒരു മിഷനായിട്ട് കടന്നു വന്നതാണ്. ഈ ഭൂമിയിലേക്ക് നീ വന്നത് മിഷനായിട്ട് കടന്നു വന്നതാണ്. ഇവിടെ നിന്റെ സ്ഥിരമായ വാസസ്ഥലമാണ് കരുതിയിരിക്കരുത്. ഇതൊരു മിഷൻ പ്ലേസ് ആണ്. ലോക സ്ഥാപനത്തിന് മുൻപ് നീ എന്നോടൊപ്പമായിരുന്നു. ഈ ഭൂമിയിൽ നീ കടന്നു വന്നത് ഒരു വേലയ്ക്ക് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടിയാ. നിനക്ക് ഒരു കുടുംബത്തെ നൽകി, നിനക്കൊരു സ്ഥലം ഞാൻ നൽകി. നീ എവിടെ പോകണം, ഏത് രാജ്യങ്ങളിൽ പോകണം, എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് ജോലി ചെയ്യണം, ഇതെല്ലാം അനാദിയിൽ ഞാൻ തീരുമാനിച്ചതാണ്. ഈ ഭൂമിക്ക് അപ്പുറമായിട്ട് നിനക്കൊരു അസ്തിത്വമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അല്ല, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഈ ജീവിതത്തിനപ്പുറമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താ? ഈ ഭൂമിയിൽ ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു മനുഷ്യൻ യാത്ര തിരിക്കുമ്പോൾ, ഈ ശരീരം വിട്ട് നമ്മൾ നമ്മുടെ കണ്ണടയുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറക്കുവാണ്. അവിടെ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ അറിയുന്ന, മനസ്സിലാകുന്ന ഒരു അപ്പന്റെ നെഞ്ചിൻ ചൂടിലേക്കാണ്, അപ്പന്റെ സ്നേഹത്തണലിലേക്കാണ് നീ പ്രവേശിക്കുന്നത്. ഹി ലവ്സ് യു ഇറ്റേണലി. ആ അപ്പൻ ഇന്ന് ഈ മെസ്സേജിലൂടെ നിന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടി കരുതുന്നവനാണ് ഞാൻ, നിനക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് ഞാൻ. ഇന്ന് ചിലപ്പോൾ നിന്റെ വിശ്വാസം പോലും പതറിയ ഒരവസ്ഥയായിരിക്കും. ദൈവം, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുന്നു, ഞാൻ അനാഥനായതുപോലെ എനിക്ക് തോന്നുന്നു. ഈശോ പറയുകയാണ്, നീ അനാഥനല്ല, നീ അനാഥയല്ല, നിനക്ക് വേണ്ടി കരുതുന്നവനാണ് ഞാൻ. സഹോദരങ്ങളെ, വെറും 5 അപ്പം എടുത്തിട്ട് 5000 പേരെ 10000 പേരെ പോഷിപ്പിച്ച നമ്മുടെ അപ്പന് നമ്മുടെ ശൂന്യതകളെ നിറവുകളാക്കാൻ പറ്റത്തില്ലേ? പറ്റും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന പത്രോസിനും 5 മുഴുവനും മത്സ്യങ്ങളെ കൊണ്ട് നിറച്ചവനായ ഈശോയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ഇന്ന് വിശ്വസിക്കുക. എബ്രായർ 11:1 വചനത്തെ വിശ്വസിക്കുക. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഞാനിത് വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്കറിയാൻ പറ്റും എത്ര പേർക്ക് ഇത്, ചിലവർക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈശോയുടെ ആത്മാവിന്റെ ഉള്ളിൽ പറയാം, നിങ്ങൾ വീണ്ടും വീണ്ടും നീ ഇത് പറയണം. എന്തിനാണെന്നറിയാവോ? ഇന്ന് ഈ കേൾക്കുന്ന, ഇപ്പൊ ലൈവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചുരുക്കം ചിലരെങ്കിലും കാണപ്പെടാത്ത ലോകത്ത് നിന്ന് ദൈവത്തിന്റെ ശക്തിയെ നിമിഷം അനുഭവിക്കുന്നു. നാളുകളായി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം ഉത്തരം നൽകും. കാണപ്പെടാത്ത ലോകത്തുനിന്ന് ഒരു വലിയ ശക്തി നിനക്ക് വേണ്ടി കടന്നു വരും. അബ്രാഹത്തിനും സാറയ്ക്കും അവരുടെ ശരീരം മൃതപ്രായമായിട്ടും 100 വയസ്സിനടുത്തായിട്ടും അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിച്ച അതേ ശക്തിയുടെ സ്രോതസ് കാണപ്പെടാത്ത ലോകത്തു നിന്ന് നിനക്ക് വേണ്ടി ചലിക്കും, നിനക്ക് വേണ്ടി കടന്നു വരും, നിനക്ക് വേണ്ടി കടന്നു വരും. ഈ കൃപാസനത്തിൽ 100 കണക്കിന് സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു? രോഗശാന്തി ശുശ്രൂഷകര്, അനേക ധ്യാന കേന്ദ്രങ്ങളിൽ ഈ രോഗസൗഖ്യങ്ങൾ ഇത് എവിടുന്നാ വരുന്നേ? അത്ഭുതങ്ങൾ എവിടുന്നാ വരുന്നേ? കാണപ്പെടാത്ത ലോകത്തു നിന്ന്. കാണപ്പെടാത്ത ലോകത്തും ലോകം നമ്മുടെ ലോകത്തിലേക്ക് കടന്നു കയറുന്ന നിമിഷമാണ് ഈ അത്ഭുതം നടക്കുന്നത്. അതായത് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, നമ്മൾ കാണുന്ന ഈ കാണപ്പെടുന്ന ലോകം
ദൈവത്തിന്റെ വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാണപ്പെടുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ കാണപ്പെടാത്ത ലോകത്തുനിന്നൊരു ശക്തി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഈ നിമിഷം കടന്നു വരികയാണ്. കാണപ്പെടാത്ത ലോകത്തുനിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അബ്രാഹത്തിന്റെയും സാറയുടെയും ജീവിതത്തിലേക്ക് അത് കടന്നു വന്നു. പക്ഷെ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു ഡോക്ടർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗമാണ്. ചിലപ്പോൾ ജപ്തി നോട്ടീസ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക. ആ ജപ്തി നോട്ടീസിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫാക്റ്റാ. ബൈബിള് പറയുന്നുണ്ട് അബ്രാഹം വ്രതപ്രായനായിരുന്നു, അത് ഫാക്റ്റാ. ബൈബിൾ ഒരിക്കലും ഫാക്റ്റിനെ ഡിനേ ചെയ്യുന്നില്ല സഹോദരങ്ങളെ. ബൈബിള് ഫാക്റ്റിനെ ഡിനേ ചെയ്യുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ജപ്തി നോട്ടീസിന് ഫാക്റ്റാ. ലൈഫിൽ ഇത് ഒരു മിറക്കിൾ നടക്കാനുള്ള സാധ്യതയില്ല, ഒരു ഫാക്റ്റാ. പക്ഷേ അതൊന്നും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നതിന് തടസ്സമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ വിശ്വാസം. വിശ്വസിക്കുന്നുണ്ടോ? ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതോ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു പോകണമെങ്കിൽ വിശ്വസിച്ച് പോകുന്നതാണോ? വിശ്വസിക്കുന്നുണ്ടോ? കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈശോ പറയുന്ന കുറെ ആൾക്കാർ ഇതിനകത്ത് വലിയ ധ്യാനത്തിലൊക്കെ ഒത്തിരിയും പഠിച്ച വലിയ ആൾക്കാർ ഇതിനകത്ത് ഇപ്പം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഡിഗ്രിയിലെ കാര്യമല്ല ഞാനിപ്പോ പറയുന്നത്, LKG പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ പറയുക? കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചു. കന്യകാ ജനനം. ആ കന്യകയിൽ നിന്ന് ഈശോ ജനിച്ചത് ഒരു അത്ഭുതമല്ലേ? അത്ഭുതമാ അല്ലേ? അത് അത്ഭുതമാണെങ്കിൽ നിന്റെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണോ അത് കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തു. വിശ്വാസത്തോടെ അങ്ങ് എഴുതിയിട്ടു. കർത്താവ്, ഇത് നിന്റെ സന്നിധിയിൽ ഞാനങ്ങ് സമർപ്പിക്കുക. 100 കണക്കിന് വിശ്വാസമുള്ള ഈശോയുടെ മക്കൾ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അനേകർ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അത്ഭുതം നടക്കും. അവർ ഈശോ പറയും, നിങ്ങൾ ഐക്യമത്യപ്പെട്ട് എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അത്ഭുതം നടന്നിരിക്കും. പിന്നെ വിശ്വസിക്കുക, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷികളായി തീരും. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി നമുക്കൊരു ഒറ്റ വാക്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ നിങ്ങളൊന്ന് കാണണം. ഈശോ ഈശോ കാൽവരി മലമുകളിൽ ആ കുരിശിൽ മൂവാണികളുടെ മേൽ കിടക്കുന്ന ഒരു നിമിഷം ഒന്ന് കണ്ടേ. ഈശോ നമുക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മൂവാണികളുടെ മേൽ ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. ഈശോ മരിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഈശോയുടെ മരണത്തിന് തൊട്ട് മുൻപാകെ ഈശോ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കൊളോസസ് 2:14 ആ സമയം അവിടുന്ന് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കുകയായിരുന്നു. കുരിശിൽ അവയുടെ മേൽ അവിടുന്ന് വിജയം ആഘോഷിക്കുകയായിരുന്നു. ആ സമയം നിനക്ക് വേണ്ടി, ഇന്ന് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ദൈവം സഹനങ്ങൾ ഏറ്റെടുത്തു. ദൈവം നിനക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. ദൈവം നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ദൈവം മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്നത് നിന്റെ വേദനകളെ, നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ്. നമ്മൾ കേട്ട ആദ്യത്തെ വചനത്തിലേക്ക് ആ വചനവും ഈശോയുടെ കുരിശുമരണവും തമ്മിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കണക്ട് ചെയ്യുകയാണ്. ഈശോ പറയുകയാണ്, മോനെ മോളെ, നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റപ്പെടുന്നതിന് വേണ്ടി എന്റെ ശരീരത്തിലൂടെ കൂർത്ത ആണികൾ കുത്തിത്തുളയ്ക്കപ്പെട്ടു. ആ കൂർത്ത ആണികൾ കുത്തിത്തുളയ്ക്കപ്പെടുമ്പോൾ എന്റെ ശരീരം അനുഭവിച്ച വേദനകൾ അതിതീവ്രമായിരുന്നു. എന്നാൽ നിന്നോടുള്ള സ്നേഹം നിമിത്തം ആ വേദനകളെ ഞാൻ സ്വീകരിച്ചു. നിന്നോടുള്ള സ്നേഹം നിമിത്തം ആ വേദനകളെ ഞാൻ എന്നിലേക്ക് ഏറ്റെടുത്തു. നിന്റെ കണ്ണുനീര് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി, നിനക്ക് വേണ്ടി എന്റെ ശരീരം കുത്തിത്തുളയ്ക്കപ്പെടുവാൻ ഞാൻ അനുവദിച്ചു. നിനക്ക് വേണ്ടി എന്റെ ശരീരം പീഡിപ്പിക്കപ്പെടുവാൻ ഞാൻ വിട്ടുകൊടുത്തു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈശോ അതിതീവ്ര വേദനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഈശോയുടെ ഭൗതിക ശരീരത്തിൽ നീയും ഞാനും ദൈവപിതാവുമായി അനുരഞ്ജനത്തിലേക്ക് കടന്നു വരികയായിരുന്നു. സഹോദരങ്ങളെ, ഇത് വലിയൊരു രഹസ്യമാണ്. വിശുദ്ധ ഫൗസ്റ്റിനായോടും വിശുദ്ധ ത്രേസ്യായോടും ഈശോ ഈ രഹസ്യം വെളിപ്പെടുത്തിയപ്പോൾ അവർ മണിക്കൂറുകൾ, ദിവസങ്ങൾ അവരുടെ പ്രാർത്ഥനാ മുറികളിൽ കണ്ണുനീരോടെ അവർ കഴിഞ്ഞു. അവർ പറഞ്ഞു, ഈശോയെ, ഇനി എനിക്കൊന്നിലും അഹങ്കരിക്കാനില്ല, എനിക്ക് അഹങ്കാരമില്ല. ഞാൻ തിരിച്ചറിയുന്നു, എന്റെ ഈശോയുടെ കുരിശുമരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിന്റെ കൃപയാൽ ഒന്ന് മാത്രമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഈശോ, ഞാൻ നിന്റെ കുരിശു മരണത്തെ തിരിച്ചറിയുന്നു, എന്നോടുള്ള നിന്റെ സ്നേഹത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു. ഈശോയെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ എന്തായിരിക്കുന്നതോ അത് ദൈവകൃപയാലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹായോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറയുക, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യനരികിലും ഈശോ അനേകര തോളൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് കർത്താവ് ആണിപ്പഴുത്തുള്ള കരം വെച്ച് ഓരോ മക്കളെയും നിമിഷം സ്പർശിക്കുവാണേ. അനേകരിലേക്ക് സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു, വിടുതലുകൾ നടക്കുന്നു. ഈശോ പറയുക നിങ്ങളോട്, മക്കളെ, നിങ്ങളുടെ കണ്ണുനീരിനെ ഞാൻ നിമിഷം തുടച്ചു മാറ്റുന്നു. ഞാൻ ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. നിങ്ങളുടെ അരികിൽ ഞാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഐ ഫിനിഷ് എവറിത്തിങ് ഓൺ ദാറ്റ് ക്രോസ്. ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടാരൂപികളെ, അതിന്റെ ശക്തികളെ ഞാൻ കുരിശിൽ ഫിനിഷ് ചെയ്താണ്, നിരായുധമാക്കിയതാണ്. എന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് അറിയാവോ എന്തുകൊണ്ടാണ് ഈശോയുടെ കൈ ഇപ്പോഴും കുത്തിത്തുളപ്പെട്ടിരിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോഴും ആ കൈകളിൽ ആണിപ്പാടുണ്ട്. എന്തിനാണെന്നറിയാവോ? നിനക്ക് വേണ്ടി ഇനി നിന്നെ കാണുമ്പോ ഒരു നാൾ നീ നമ്മൾ കാണും ഈശോനെ കാണുമ്പോ ഈശോ ആദ്യം കാണിക്കാൻ പോകുന്ന ആ ആണിപ്പഴുത്തുള്ള കയ്യാ. എന്നിട്ട് നിന്നെ കാണിച്ചിട്ട് പറയും, മോനെ, ഈ കൈ കണ്ടോടാ, ഇതാണ് നിന്നോടുള്ള എന്റെ സ്നേഹത്തിന്റെ തെളിവ്. നിനക്ക് വേണ്ടി ഞാൻ കുത്തിത്തുളയ്ക്കപ്പെട്ടു, എന്റെ കൈ, എന്റെ ശരീരം കുത്തിത്തുളയ്ക്കപ്പെട്ടു. ഈ ആണിപ്പഴുത്ത് ഞാൻ കീപ്പ് ചെയ്യുക നിന്നോടുള്ള എന്റെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്. ഇന്ന് ആണിപ്പഴുതുള്ള കരം വെച്ച് കർത്താവ് ഈശോ അനേകരെ സൗഖ്യമാക്കുന്നു. അനേകരുടെ തകർന്ന ജീവിതങ്ങളിലേക്ക് ഈശോയുടെ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരുന്നു. അനേകര് അയ്യോ ഞാനൊരു നിർഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് നിരാശയിൽ കഴിയുന്ന അനേകരുടെ അരികിലേക്ക് ഈശോയുടെ വലിയ സാന്നിധ്യം കടന്നു വരികയാണ്. ഈശോയുടെ വലിയ സ്നേഹം കടന്നു വരികയാണ്. ഈശോയുടെ വലിയ മഹത്വം കടന്നു വരികയാണ്. ഇന്ന് സഹോദരങ്ങളെ, ഈശോയുടെ വലിയ സാന്നിധ്യത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയുടെ വലിയ സാന്നിധ്യത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് ഇന്ന് അവിടുന്ന് കടന്നു വരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഒരു വലിയ അഭിഷേകം കൊണ്ട് അവിടുന്ന് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ എന്ന് പറഞ്ഞ് അതരം തുറന്ന് പറഞ്ഞു, ഈശോയെ, നിന്റെ ശക്തമായ മഹത്വത്തെ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്നു. മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ ഈശോയ്ക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഈശോയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല സഹോദരങ്ങളെ. ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വേദനകളെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ തകർച്ചകളെ സമർപ്പിക്കാം. നസ്രാനാൻ ഈശോയുടെ കരം ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലേക്കും അവിടുത്തെ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരുമാറാകട്ടെ. ഈശോയെ, 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 ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ. കർത്താവെ, ഓരോ മക്കളെയും അവിടുന്ന് ഈ നിമിഷം അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ഓരോ മക്കളെയും ഈ നിമിഷം ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ തൊട്ട് മുൻപിൽ ഈശോ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ തൊട്ടരികിൽ ഈശോ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ നെറ്റിത്തടത്തില് അവിടുന്ന് വിശുദ്ധ കുരിശിന്റെ അടയാളം വരച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, ഈ വിശുദ്ധ കുരിശിനാൽ ഞാൻ നിന്നെ വീണ്ടെടുത്തു. കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ നിന്നെ സ്വന്തമാക്കി. നീ എന്റേതാണ്. നീ എന്റെ മാസ്റ്റർ പീസാണ്. നിനക്ക് ഒരു ഉടയവനുണ്ട്. നിന്നെ കാത്തു പരിപാലിക്കുന്ന ഞാൻ നിനക്ക് വേണ്ടി ഇടപെടും. ഞാൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവ് പുകയുന്ന തിരിയെ കെടുത്തുന്നവനല്ല. നീറി പുകയുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ വേദനകൾ ഉൾക്കൊള്ളുന്നവനായ ദൈവം ഇന്ന് നിന്റെ ശിരസിൽ ആണിപ്പഴുതുള്ള കരം വെച്ച് അവിടെ നിന്നെ ആശീർവദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ആണിപ്പഴുത്, കർത്താവിന്റെ ആണിപ്പഴുത് സഹോദരങ്ങളെ, ആ നമ്മുടെ കൈകളിലൊക്കെ തഴമ്പുള്ളതുപോലെ, നമ്മള് കൈകളിൽ ഓരോ കാര്യങ്ങൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം മനുഷ്യരുടെ കൈകളിൽ തഴമ്പ് വരും അല്ലെ? അതുപോലെ തന്നെ ഈശോയുടെ കൈകളില് ഈ ആണിപ്പഴുതുണ്ട്. ഈ ആണിപ്പഴുത് വെച്ചാണ് അവിടെ നിന്നെ അനുഗ്രഹിക്കുന്നത്. എന്തിനാണെന്നറിയാവോ? ആണിപ്പഴുത് വെച്ച് അവിടെ നിന്നെ അനുഗ്രഹിക്കുന്നത്, ആണിപ്പഴുതുള്ള കരം വെച്ച് അവിടെ നിന്നെ അനുഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈശോ ആണിപ്പഴുതുള്ള കരം വെച്ച് നിന്നെ അനുഗ്രഹിക്കുന്നത്? ആണിപ്പഴുതുള്ള കരം, ആ കരം നിനക്ക് തരുന്ന സന്ദേശം, ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നിന്റെ ആത്മാവ് തിരിച്ചറിയണം, നിന്റെ മനസ്സ് തിരിച്ചറിയണം, നീ അനാഥയല്ല. നിനക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയ ഒരു യൗവനക്കാരനുണ്ട്, ഒരു 33 വയസ്സുകാരനുണ്ട്, ഒരു 33 വയസ്സുകാരൻ തച്ചനുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന, ജീവന തുല്യം സ്വന്തം ജീവനെ നൽകി നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പനുണ്ട്, ഒരു ഇടയനുണ്ട്, ഒരു സ്നേഹിതനുണ്ട്. അവനൊരു മതമല്ല. ഈശോ ഒരു മതമല്ല. ഈശോ ഒരു ആചാരമല്ല. ഈശോ ഒരു റിച്വൽ അല്ല.
ഈശോ ഒരു സത്യമാണ്, ഈശോ ഒരു റിയാലിറ്റിയാണ്, ഈശോ ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസാമിയോട് നമ്മളിന്ന് ചോദിച്ചാൽ അൽഫോൻസാമി പറയുന്നത് എന്നാണെന്നറിയാവോ? എനിക്ക് ഈശോ ഒരു യാഥാർത്ഥ്യമാണ്, ഈശോ ഒരു മതമല്ല. വിശുദ്ധ കുസറേസ്യയോട് നമ്മൾ ചോദിക്കുക, ഈശോ 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 കുസറേസ്യ പുണ്യാളത്തേക്ക് ആരാ ചോദിച്ചാ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, എനിക്ക് ഈശോ ഒരു മതമല്ല, എനിക്ക് ഈശോ എന്റെ സ്വന്തമാ, എനിക്ക് ഈശോ ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവർത്തികൾ നടക്കട്ടെ, വലിയ വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ, യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ഇടയിൽ ശക്തമായി വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു കർത്താവ്. ഈശോയെ, അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് ഓരോ മക്കളെ, ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈശോയെ ആരാധന. സഹോദരങ്ങളെ, ഇതൊരു പള്ളിയാണ്, ഇവിടെ ഒരു ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയുണ്ട് എനിക്ക്. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. കർത്താവിന് വലിയ മഹത്വവും അഭിഷേകവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ശുശ്രൂഷകളിലും വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. അതിനകത്ത് നമുക്ക് ക്യാമറ കയറ്റി ഇപ്പം ലൈവ് എടുക്കാനുള്ള ഒരു സാഹചര്യമല്ല. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം എനിക്ക് മലയാളത്തിലകത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ അകത്തുള്ളവരെല്ലാം ഇവിടുത്തുകാരാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമ്മൾ മലയാളത്തിൽ ലൈവുമായിട്ട് ഞാൻ പള്ളിക്കകത്തോട്ട് കയറി കഴിഞ്ഞ ആൾക്കാർ അവർക്ക് ഏത് ഭാഷയാണെന്ന് അവർക്ക് പിടികിട്ടത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ശുശ്രൂഷയിൽ ഈശോ എല്ലാവരും സ്പർശിക്കട്ടെ. ഒരുപാട് പ്രാഞ്ചിന മനുഷ്യരൊക്കെ പള്ളിയിൽ ഇവിടെ വരുന്നത്. യൗവനക്കാരൊക്കെ കുറവാണ്. യൗവനക്കാരൊക്കെ യൂത്തിനൊക്കെ കാണും. ഞങ്ങൾ റീഹാബിലും അങ്ങനെ യൂത്തിന് വേണ്ടിയുള്ള റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇന്ന് റീഹാബിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ലൈവ് ഇട്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ശുശ്രൂഷ അങ്ങോട്ട് ചെയ്യാൻ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കൂടി ഇവിടെ വന്നതാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ ഇപ്പൊ എഴുതി സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇപ്പൊ തന്നെ സമർപ്പിക്കുന്നതായിരിക്കും. കർത്താവിന് കൃപയും സമാധാനവും അഭിഷേകവും നിങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.